അതിനെന്താ, വാ പോവാലോ. നിങ്ങൾ കൂടുതലും പല്ലളിക്കാതെ ആ ഓട്ടോന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അതിന്റെ മീറ്റർ പിടിച്ച് ഞാൻ ഏത്തടിക്കും. പ്രതികാരം എന്ന് പറഞ്ഞ എന്റെ കോയലേട്ടന്റെ ഒരു തവണ ഒരു കൊതുക് എന്റെ കോയലേട്ടനെ ഓടിച്ചു. പ്രതികാരം വീട്ടാൻ കോയലേട്ടൻ ആ കൊതുകിനെ തിരിച്ചു ഓടിച്ചു. ഓട്ടത്തിനിടയിൽ മുമ്പിൽ ജനലുള്ള കാര്യം ഓർത്തില്ല, തല കുത്തി താഴേക്ക് വീണു. അപ്പൊ പിന്നെ കോയലേട്ടന്റെ കൊതുകിന്റെ പ്രതികാരം തീർന്നു കാണുമല്ലോ. ഒന്ന് വായടക്കടാ, തോളിലിരുത്തിയ ചെവി തിന്നുന്ന സ്വഭാവം നിന്റെയൊക്കെ. അത് കൊള്ളാമല്ലോ, നിനക്ക് എല്ലാ കാര്യത്തിലും പ്രോബ്ലം ആണോ? ഞാൻ ഇന്നലെ പൈജാമ ഇട്ടാലും ഇവന് വലിയ പ്രശ്നമായിരുന്നു. ഞാൻ പൈജാമ ഇടുമ്പോ അതിന്റെ ഇടയിൽ കാലുകൊണ്ട് കയറ്റുന്നത് തോന്നിയാസല്ലേ. നോക്ക്, എന്റെ മെമ്പർ അമ്മാവിന് വേണ്ടി ഒരു കട വാടകയ്ക്ക് എടുക്കണം, അവിടെ ഒരു ഓഫീസും ഉണ്ടാക്കണം. കട തേടി കണ്ടുപിടിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. വാ നമുക്ക് പോകാം. എടാ അതിനെയാണ് മെമ്പറല്ലേ, അയക്കെന്തിനാ ഓഫീസ്? എടാ അത് ആൾക്കാരുടെ പരാതി കേൾക്കാൻ വേണ്ടിട്ടാ. അതിന് പേപ്പർ വിരിച്ച് റോട്ടിലിരുന്നാ മതിയോ? എടാ നിന്റെ തലക്കകത്ത് കളിമണ്ണാണോ? നമുക്ക് അടിപൊളി ഒരു കട കണ്ടുപിടിക്കണം, എന്നിട്ട് നല്ല സൂപ്പർ ഓഫീസ് ഉണ്ടാക്കണം. അവിടെ ഇരിക്കും എന്റെ അമ്മാവൻ. എന്റെ ചാബിച്ചേട്ടന്റെ കട തുറക്കലാണ് തുറക്കൽ. ഒരു തവണ കട തുറന്നപ്പോൾ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായി. അതെന്താ? അത് പിന്നെ രാത്രി 2:30 വേറെ ആരുടെങ്കിലും ജുവലറി ഷോപ്പ് തുറന്ന പ്രശ്നം ഉണ്ടാവില്ലേ? കട എവിടെ തുറക്കണമെന്ന് എന്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. നീ റിക്വസ്റ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞു തരാം. താല്പര്യമില്ല. നമുക്ക് നമ്മുടെ കട, അതായത് ഓഫീസ്, നല്ല കാട്ടിലും തുടങ്ങാം. അവിടെ കടുവയും പുലിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കള്ളന്മാര് വരത്തില്ല. കാവൽക്കാരന് കൊടുക്കുന്ന പൈസ ലാഭം. കാട്ടില് പരാതി കൊടുക്കാൻ ആരും വരില്ല, അതിന് എന്ത് ചെയ്യും? എല്ലാം ഞാൻ തന്നെ ചിന്തിക്കണോ? നീ ഒന്ന് ചിന്തിക്ക്, നിന്റെ അമ്മാവനല്ലേ കടയെടുക്കുന്നത്. നമുക്ക് ബ്രോക്കറിന്റെ അടുത്ത് പോവാം, അയാള് പറഞ്ഞുതരും നല്ല കട എവിടെ ഉണ്ടെന്ന്. ഇനി നീ എങ്ങോട്ടോടും? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മുഖത്ത് നീ കരി വാരി തേച്ചല്ലേ. ഇനി ഓടിക്കും നീ നിന്റെ ഓട്ടോ. പോലിച്ചേട്ടാ, അയാളുടെ കൈവിട്. ആ ഇനി പറയൂ, നിങ്ങളുടെ ജാതകത്തിൽ എന്താണ് പ്രശ്നം? ജാതകമോ? ഇത് ബ്രോക്കറിന്റെ ഓഫീസല്ലേ? ഏയ്, ഞാൻ ബ്രോക്കർ കം ജ്യോതിഷിയാണ്. ജ്യോതിഷി. ജാതകത്തിൽ ശനിയുള്ളത് കാരണം വീട് കിട്ടാത്തവർക്ക് വീട് പോലും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനാണ്. നിങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്റെ ഒരു കവിത കൂടി കേട്ടിട്ട് പോ. ഞാൻ നിമിഷ കവിയാണ്, കവി. കടലിലെ വമ്പൻ ഷാർക്കാണെങ്കിൽ കാട്ടിലെ വമ്പൻ ടൈഗർ. കടലിലെ വമ്പൻ ഷാർക്കാണെങ്കിൽ കാട്ടിലെ വമ്പൻ ടൈഗർ. ഒറ്റത്തള്ളിൽ ആസനം തല്ലി തറയിൽ വീഴും കസ്റ്റമർ. എന്നെ എന്തിനാ തറയിൽ തള്ളിയിട്ടത്? അത് പിന്നെ എന്റെ വീട്ടിലെ രീതി വെച്ചിട്ട് തുടക്കം മോശമായാൽ പിന്നെല്ലാം നല്ലതായിക്കോളും. ആഹാ, അങ്ങനെയാണോ? എന്നാ പിന്നെ ഇന്നാ പിടിച്ചോ. നീ എന്തിനാ എന്നെ തല്ലിയേ? ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വളരെ സിമ്പിളാ. ഞങ്ങളെ ആരെങ്കിലും തള്ളിയിട്ടാ തിരിച്ച് പഞ്ഞിക്കിടും. എന്നെ അങ്ങനെ കുറച്ച് കാണുമൊന്നും വേണ്ട. ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് 12 വീട് ഞാൻ വിട്ടു. അത് നിങ്ങളാണോ? അല്ല, അത് ഞാൻ അച്ചടിച്ചത്. ഞാൻ ബ്രോക്കർ മാത്രമല്ല, ജേർണലിസ്റ്റും കൂടാണ്. ഹലോ ഹലോ, മൈ ടെസ്റ്റിംഗ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ബ്രീഫ് കേസ് സൂരജ് 48 ന്യൂസ്.
ഇതൊക്കെ ചെറുത്. എന്റെ TV മുത്തശ്ശൻ ഒരേ സമയം 50 ബിസിനസ് നടത്തുമായിരുന്നു. ഷോറൂമിലും ഇരിക്കും, അതേസമയം 8 മണിയായ വീട്ടിൽ ചെന്ന് വീട്ടുകാരുടെ മുന്നിൽ സീരിയൽ കാണാനും ഇരിക്കും. ആഹാ, അടിപൊളിയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമോ? നിന്റെ TV മുത്തച്ഛൻ സൂപ്പർ ആണല്ലോടെ. ആ, എനിക്ക് വേണ്ട ഒരു മുത്തച്ഛൻ. അഴുക്ക് ചാലിന്റെ അരികത്തിരുന്ന് ഇങ്ങനെ ഈച്ച അടിച്ചോണ്ടിരിക്കും. ആ, വരൂ, ഞാൻ നിങ്ങളെ ഫ്ലാറ്റ് കാണിക്കാം. ഞാനൊരു ബ്രോക്കറും കൂടാണ്. പോകാം. ഇവിടെ ഇത്രയും ചെരുപ്പുകൾ ആരാ ഇട്ടിട്ട് പോയത്? അതെന്താണെന്നറിയാമോ? ഇത്രയും ചെരുപ്പുകൾ വെളിയിലിട്ടാൽ ഉള്ളിൽ ആരോ ഉണ്ടെന്ന് എലികൾക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ കയറത്തില്ല. പൂട്ടിന്റെ പൈസ ലാഭിക്കാം. ചേട്ടാ, കടയുടെ ഫെസിലിറ്റി പറ. എടാ മണ്ട, ഫെസിലിറ്റി അല്ല ഫെസിലിറ്റി. നീ സ്ലിപ്പായതുപോലെ എന്റെ നാവ് ഒന്ന് സ്ലിപ്പായതാ. ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. 24 മണിക്കൂറും വെള്ളം വരും. ദേ, വെള്ളം വന്നു. ആ, പിന്നെ സീലിംഗ് ഫാനും ഉണ്ട് ഇവിടെ. പൈപ്പും ഫാനും ഒക്കെ കേടായിരിക്കാം. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറം സ്റ്റേഷനാ. പക്ഷെ ഒരു ട്രെയിൻ നിർത്തത്തില്ല. എനിക്കും ഇടയ്ക്ക് ഇങ്ങനെ എലാസ്റ്റിക് വലിക്കണമെന്ന് തോന്നും. പക്ഷെ ഞാൻ ആള് ശുദ്ധനാ. ഇങ്ങോട്ട് നോക്കൂ. ഈ ജനലിലൂടെ കടല് കാണും കേട്ടാ. എവിടെയാ കടല്? ഇപ്പോഴല്ല, വെള്ളപ്പൊക്കം വരുമ്പോ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വർഷത്തിൽ ഒരിക്കല്. ആ, പിന്നെ ഈ ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റും. ഇത്രയും പോസ്റ്ററുകളോ? തീർച്ചയായും പഴയ ഓണർ ക്രിക്കറ്റ് ഫാൻ ആയിരിക്കും. ചുവരിൽ പോസ്റ്റർ പതിച്ചതല്ല, വെറും പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ചുമര് കെട്ടാനുള്ള പൈസ ഓണറിന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് പോസ്റ്റർ അങ്ങോട്ടിച്ചു വെച്ചു. ആ, ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി കടവാകുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. കട രക്ഷപ്പെട്ടിട്ട് പേപ്പർ കൊണ്ട് വള്ളമെങ്കിലും ഉണ്ടാക്കാം. ആരെങ്കിലും അത് കൈയെങ്കിലും അടിക്കണേ. നിന്റെ അടുത്ത് ആരെങ്കിലും കൈ ചോദിച്ചോ ചിന്തിലാൽ? ഇതാണോ തന്റെ നല്ല കട? ഇതിനേക്കാളും നല്ലത് ആ റോഡിലിരിക്കണ മുറുക്കാൻ കടക്കാരനാ. അവന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും ഏതാണ് നല്ല കടയെന്ന്. ഏയ്, ടെൻഷൻ അടിക്കണ്ട. എന്റെ കയ്യിൽ 1-2 ഹരിദ്വാർ കടകളുണ്ട്. ഹരിദ്വാർ കടകളോ? ഇവിടെ എങ്ങനെ ഹരിദ്വാർ വന്നു? വാ, കാണിച്ചു തരാം. അത് ഹരിദ്വാർ ഒന്നുമല്ല, ഹാർഡ്വെയർ ആണ്. വിവരദോഷി. വിവരദോഷി എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ എന്റെ ATM മാമനെ കുറിച്ച് ഓർത്തത്. ATM സ്ക്രീനിൽ പിന്ന് ചോദിച്ചപ്പോ സേഫ്റ്റി പിന്ന് എടുത്തിട്ട് അകത്തേക്ക് ഇട്ടു. നല്ല കുത്തും കിട്ടി. ചേട്ടാ, ഇത് ഹാർഡ്വെയറിന്റെ കടയല്ലേ? എന്നിട്ട് ഇതിനകത്ത് ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി ഒന്നും കാണുന്നില്ലല്ലോ. ഹാർഡ്വെയറിന്റെ കടയിൽ അതെങ്ങനെ കാണും? അതിൽ ഇരുമ്പിന്റെ അംശമുണ്ടല്ലോ. ലട്ട, നീ ഇതുപോലുള്ള ചളി അടിച്ചാ നിന്നെ ഓടുന്ന വണ്ടിയുടെ ടയറിനകത്ത് കയറ്റി വിടും. നോക്കൂ, ദേഷ്യപ്പെടരുത്. ദേഷ്യം മനുഷ്യനെ ചെകുത്താനാക്കി മാറ്റും. ജീവിതത്തിൽ നിന്ന് ക്രോധം എടുത്തു മാറ്റൂ. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? അത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഫിലോസഫർ കൂടിയാണ്. ഇതാ നിങ്ങളുടെ ഹാർഡ്വെയർ ചാവി. ഇനി നിങ്ങളുടെ മാവനെ സുഖമായിട്ട് ജോലി ചെയ്യാം. ആരും വന്ന് ശല്യം ചെയ്യില്ല, ചെയ്യാനും പാടില്ല. ചെയ്യാൻ പാടില്ല. കാരണം അമ്മാവൻ മെമ്പറാ. വേഷം കിട്ടിയ പഞ്ഞു കിട്ടുകളെ നിന്നെ. മനസ്സിലായോ? അയ്യോ, ഇതെന്താ ഇവിടെ മുഴുവനും എലികളാണല്ലോ. എനിക്ക് എലികളെ ഭയങ്കര പേടിയാ. സ്വപ്നത്തിൽ കണ്ടാൽ പോലും ഞാൻ പേടിച്ചു വയറിളകി പോകും. കുഴപ്പമില്ല, നമുക്ക് എലിക്കുള്ള മരുന്ന് അടിക്കാം. നീ എന്തിനാ അടിക്കുന്നത്? കാരണം ഞാൻ പെസ്റ്റ് കൺട്രോളും ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് 5 മുട്ട വേണം, തന്നെ. അതെന്നോട് ചോദിക്കുന്നത് എന്തിനാ? മുട്ട തരുന്നത് കോഴിയല്ലേ? ആണോ? ഞാൻ കരുതി ഇത്രയൊക്കെ തരുന്നയാൾ മുട്ടയെ കൂടി തരുന്ന്. ഈ കടയും ക്യാൻസൽ. മനുഷ്യന്മാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന കടകളൊന്ന് കാണിക്കോ? പോസ്റ്റർ, എലി, പൂച്ച ഇതുപോലുള്ള വൃത്തിയേട്ട കടകളാ നിങ്ങൾ കാണിക്കുന്നത്. വരൂ, ക്ലിനിക്കിലേക്ക് പോവാം. എനിക്ക് എന്തായാലും അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതെന്തിനാ? അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ബ്രോക്കർ മാത്രമല്ല, ഒരു മനോരോഗിയും കൂടാണ്.
എന്നിട്ട് ബ്രോക്കറായിട്ട് ആളുകളുടെ കൂടെ ഒരു ദിവസം മുഴുവനും കറങ്ങുന്നു. അടിക്കടാ അവനെ. നിനക്ക് പറ്റിയ സ്ഥലത്തേ ഇവിടെയാ. നീ ലോകത്തിലെ തന്നെ സിംഗിൾ പീസാണ്, യൂണീക് പീസ്. നീ വിറ്റുപോയാലോ നല്ലതല്ല, ഏതെങ്കിലും ഒരു മ്യൂസിയത്തിന്റെ ഡിസ്പ്ലേയിൽ ഇരിക്കേണ്ടവരാ. ആണോ? എനിക്ക് ഇതുവരെ അറിയത്തേ ഇല്ലായിരുന്നു ഞാൻ യുണീക്ക് ആണെന്ന്. ഞാൻ യുണീക്കാണ്. നമ്മുടെ സമയം മുഴുവൻ വേസ്റ്റ് ആക്കി. എന്റെ മെമ്പർ അമ്മാവന് ഓഫീസ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എവിടെ ഇരുന്ന് ജനങ്ങളെ സഹായിക്കും? സോറി സാർ, ഞങ്ങളിന്ന് സൂട്ട് കേസുകൾ വിൽക്കുന്നില്ല. ആക്ച്വലി ഞങ്ങൾ ഇന്ന് കട മുഴുവനും വിൽക്കാൻ പോവാ. ഇന്ന് മുഴുവൻ കടയും വാങ്ങുന്നവർക്കാണ് പ്രവേശനം. നിങ്ങൾക്ക് കട വേണമെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക്